ഹലോ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. റിൻഷ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഓൺ ടൈം തന്നെ എല്ലാവരും ജോയിൻ ചെയ്ത് കണ്ടതിൽ. പറഞ്ഞ പോലെ തന്നെ എനിക്കിന്നൊരു ചെറിയൊരു യാത്രയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് മിസ്സാവാതിരിക്കണമെങ്കിൽ എനിക്ക് നേരത്തെ ലീവ് ചെയ്യണം. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ നമ്മളിന്ന് എൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഓൺ ടൈം. ടോപ്പിക് ഇല്ലാത്ത തുടക്കമാണല്ലോ ഗൈഡ് ടോക്ക് എന്നതുകൊണ്ട് റിൻഷ സംസാരിച്ചത് തുടങ്ങിയത് നന്നായി തോന്നി. അപ്പോൾ റിൻഷ വാസ് സ്പീക്കിംഗ് അപ്പോൾ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമുക്ക് അതന്നെ ആക്കാം ഇന്നത്തെ വിഷയം എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിക്ക് റെസ്പോൺസിബിൾ ആവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾക്ക് നമുക്ക് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി അതിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്കത് തുടരാതിരിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അവിടെ കുറച്ച് എലമെൻറ്റുകൾ കൂടി കൂടണം എന്നുള്ളൂ. റെസ്പോൺസിബിൾ എന്ന വാക്കിനോടൊപ്പം ചേർത്ത് എഴുതേണ്ട ഒരു വാക്കുണ്ട്, റെസ്പോണ്ടബിൾ എന്ന് ഞാൻ പറയും. റെസ്പോൺസിബിളും റെസ്പോണ്ടബിൾ എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഉണ്ട് അതിൽ, അതുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെസ്പോണ്ട് ആണ്. ദ എബിലിറ്റി ടു റെസ്പോണ്ട്. അപ്പം റെസ്പോണ്ട് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ആളുകൾ, ഒരാൾ നമ്മളെ വിളിക്കുമ്പോഴോ ഒരാൾ നമ്മൾ കോൾ ചെയ്യുമ്പോഴോ റെസ്പോണ്ട് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ആളുകൾ റെസ്പോണ്ടബിൾ ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ റെസ്പോണ്ടബിളും റെസ്പോൺസിബിളും എന്ന രണ്ട് വാക്ക് ചേർത്ത് വായിക്കുമ്പോൾ. ഇതിൽ റെസ്പോൺസിബിലിറ്റി പഠിക്കാൻ ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറഞ്ഞാൽ ദൈവം എത്ര ഭംഗിയിലാണ്, സൃഷ്ടാവ് എത്ര ഭംഗിയിലാണ് ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ ഭൂമിയിൽ നടത്തിയെടുക്കണേ നമ്മൾ നോക്കിയാൽ മതി. ദൈവം റെസ്പോൺസിബിലിറ്റിയെ പരിചയപ്പെടുത്തുന്നത് തന്നെ കോൾ അപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് യു. കോൾ അപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് യു. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പം ചോദിക്കുന്നവർക്കൊക്കെ ഉത്തരം കൊടുക്കുക എന്നുള്ളതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെയും നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു സംവിധാനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പരിചരിക്കുക, അതിനെ നർച്ചർ ചെയ്യുക എന്നതും വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രധാന പാർട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണലുണ്ടാവുന്നത്, ഇപ്പം കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പാരൻസിന് റെസ്പോൺസിബിലിറ്റി കൂടിയെന്ന് പറയും. കല്യാണം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി പഴയ പോലെയല്ല, നിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടിയെന്ന് പറയും. ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി വരിക എന്ന് പറയും. അപ്പോൾ പലപ്പോഴും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്തിരിക്കേണ്ട ചില സംഭവങ്ങളാണ്. അത് മാറ്റിയിട്ട് ആ റെസ്പോൺസിബിലിറ്റികൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ റെസ്പോൺസിബിൾ എന്നതിലേക്ക് നമ്മളതിന് റെസ്പോൺസ് കൊടുക്കാൻ, അതിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു 2-way കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവം നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്ത്, സൃഷ്ടിച്ചതിന് ശേഷം ദൈവം വളരെ റെസ്പോൺസിബിളുമാണ്, റെസ്പോണ്ടബിളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞങ്ങൾക്ക് ഉത്തരം കൂടി തരാം. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം അനുദിനം ഈ പ്രപഞ്ചത്തിൽ. എന്നിട്ട് അവിടെയൊക്കെ ഉണ്ടാക്കിയ ആ പുതിയ റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്തിട്ട് അതിനെ നർച്ചർ ചെയ്തതിലും അതിന് കൂടുതൽ എഡീഷൻ കൊടുക്കുന്നതിലും അതിന് റെസ്പോൺസ് കൊടുക്കുന്നതിലും ദൈവം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക എന്നുള്ളതാണ്. ദൈവത്തിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഒരു ടീച്ചറിന് ചിലപ്പം ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയോടൊപ്പം ഒരു ക്ലാസ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഇനി ആ ക്ലാസ് കൂടി നോക്കണം. പക്ഷേ റെസ്പോൺസിബിലിറ്റിയാണ്, ഡ്യൂട്ടിയാണ്, ചെയ്തേ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിയോട് ഉണ്ടായി, ഇപ്പോൾ 2 ആൾക്കാരൊക്കെ ആയി, ഇനി കുറച്ചുകൂടി പണി കൂടുതലാണ് എന്ന് പറഞ്ഞ ചില രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവിടെ എവിടെയോ കുട്ടികൾ വർദ്ധിച്ചാൽ അവർ ഒന്നിൽ കൂടുതൽ മക്കളെ നോക്കണം എന്നുള്ളത്, ഒന്നിൽ കൂടുതൽ ക്ലാസ് നോക്കണം എന്നുള്ളത്, ആവശ്യത്തിൽ കൂടുതൽ ക്ലയൻറ്റുകളെ ടേക്ക് ചെയ്യണം എന്നുള്ളത് കേവലം ഒരു റെസ്പോൺസിബിലിറ്റിയുടെയും ഡ്യൂട്ടിയുടെയും വശത്തിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മേ ബി നമ്മൾ ആ വിഷയത്തിൽ വളരെ സീരിയസ് ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വളരെ സീരിയസ് ആയിരിക്കും. സിൻസിയർ ആവാൻ പറ്റിക്കൊള്ളുന്ന നിർബന്ധമില്ല. സിൻസിയാരിറ്റി എന്ന് പറഞ്ഞാൽ ആസ്വാദനമാണ്. കൂടുന്തോറും നമുക്കത് ചെയ്തു വരൽ ആസ്വാദനമാണ്. നമുക്ക് പാഷൻ ഉള്ള ഒരു ഏരിയ, ഒരു പാഷനായിട്ടായിട്ടുള്ള ഒരു ഏരിയ, ആ ഏരിയയിലേക്ക് നമ്മൾ എന്തൊക്കെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യൽ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, അതിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയകളുടെ പ്രത്യേകത അതാണ്. ഇപ്പോൾ ചിലർ ഇത്ര പോരെ, ഇനി എന്തിനാ, ബിസിനസ് ഇത്രയല്ലേ, ഇനിയും കൂട്ടിയിട്ട് ഇനിയും എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താ കാര്യം, കാരണം റെസ്പോൺസിബിലിറ്റി കൂടല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പാൻഡ് ചെയ്ത് എവിടെയൊക്കെ ഇവരെ അവൈലബിൾ ആക്കാൻ പറ്റുമോ, എവിടെയൊക്കെ ഇവരുടെ കയ്യൊപ്പ് ചാർത്താൻ പറ്റുമോ, എവിടെയൊക്കെ ഇവരുടെ നർച്ചറൻസ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊടുക്കുക എന്നത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നതിലൂടെ അവർക്കത് ഇഷ്ടമുള്ള കാര്യമായിട്ട് മാറുക എന്നുള്ളതാണ്. എവിടെയാണ് നമുക്ക് ഇന്ന് റിൻഷ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ
പലയിടങ്ങളിലും നമ്മൾ റെസ്പോൺസിബിൾ ആണ്, പക്ഷേ റെസ്പോണ്ടബിൾ ആകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെയാണ് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വുഡ് യു ലൈക്ക്, നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഡീഷണൽ ഒരു കാര്യത്തിന് കൂടി ക്ഷണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എത്ര തന്നെ വന്നോട്ടെ, നമ്മളത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഫോർ മീ, നേരത്തെ പറഞ്ഞതുപോലെ ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ, ഗൈഡ് ടോക്ക് എനിക്ക് റെസ്പോൺസിബിലിറ്റി എന്നതിന് അപ്പുറത്തേക്ക് ഐ ലവ് ടു റെസ്പോണ്ട് ടു ദ ഗൈഡഡ് കോൾ. ഈ ഗൈഡ് ടോക്കിൻ്റെ കോളിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റേഴ്സ്, നർച്ചറേഴ്സ്, ഗാർഡിയൻസ് ക്വാളിറ്റി ഏറ്റെടുക്കുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. ദൈവത്തെ പരിചയപ്പെടുത്താറുള്ളത് സൃഷ്ടിക്കുക എന്ന കർമ്മം നടത്തിയിട്ട് പരിപാലിക്കുക എന്ന റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുക്കുന്ന ഒരാളാണ്. സൃഷ്ടിച്ച് മാത്രം പോവല്ല, അത് പരിപാലിക്കുന്ന കൂടെ ഉണ്ട്. എവിടെയാണ് ഒരു സ്ഥാപനം തകരുന്നത്? എവിടെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഫാമിലി ആകട്ടെ, ബിസിനസ് ആകട്ടെ, ഒരു ഓർഗനൈസേഷൻ ആവട്ടെ, എവിടെയാണ് തകർന്നു പോകുന്നത്? തുടങ്ങാൻ എല്ലാവർക്കും പറ്റും, അത്യാവശ്യമാണ് തോന്നുമ്പം തുടങ്ങാതിരിക്കാൻ പിന്നെ പറ്റില്ല, അതുകൊണ്ട് തുടങ്ങേണ്ടി വരും. പക്ഷെ തുടങ്ങിയതിന് ശേഷം അത് തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമാകാത്തടത്താണ് അത് പലപ്പോഴും പരാജയപ്പെടാറുള്ളത്. അപ്പോൾ തുടങ്ങുന്നതോടുകൂടി നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയാണ് വരുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് എങ്ങനെ തുടരും എന്ന് അറിയാതിരിക്കുമ്പം പലപ്പോഴും പലതും നമ്മളെ കയ്യിൽ നിന്നും പോകാറുണ്ട്. ഇപ്പം മെയിൻ്റനൻസ് എന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ പല പദ്ധതികളും വളരെ ആവേശത്തോടു കൂടി തുടങ്ങും, പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പം, അതിനെ നർച്ചർ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പം പലപ്പോഴും അത് സമയമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ അത് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി പോലെ, അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നു, കൂടുതൽ റിസ്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നതോട് കൂടിയിട്ട് അത് മോസ്റ്റ് ചലഞ്ചിങ് ആവുകയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ പല പദ്ധതികളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം ഞാൻ പലപ്പോഴും ഉദാഹരിക്കാറുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മൾ ആ കുഞ്ഞിന് റെസ്പോണ്ടബിൾ ആണ്. കുഞ്ഞ് കരയുമ്പോൾ ഓടി ചെല്ലാൻ ഇഷ്ടമാണ്, കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇഷ്ടമാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണുമ്പം, ആ കുഞ്ഞി കാല് കാണുമ്പം, ആ കുഞ്ഞി കണ്ണ് കാണുന്ന സമയത്തൊക്കെ റെസ്പോൺസിബിലിറ്റി എന്നതിനപ്പുറത്തേക്ക് ആ കുഞ്ഞിന് എന്തിനു വേണ്ടിയിട്ടും റെസ്പോണ്ട് ചെയ്യാൻ, റെസ്പോണ്ടബിൾ ആകാൻ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിലെത്തുമ്പം ആ കുഞ്ഞിന് കൂടുതൽ കാര്യങ്ങൾ ഇനിയും റെസ്പോണ്ടബിൾ ആകണമെന്ന് തോന്നുമ്പം നമ്മുടെ എബിലിറ്റി ടു റെസ്പോണ്ട് കുറയുന്നതിനനുസരിച്ചിട്ട് റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ചലഞ്ചായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് പലർക്കും മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെപ്പം സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ തുടക്കത്തിലുള്ള ആവേശം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ആവേശം എന്തായിരുന്നു? തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം എന്തായിരുന്നു? തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ആനന്ദം എന്തായിരുന്നു എന്നല്ല. തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ആനന്ദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിൽ ഗാർഡിയൻ റോളിലായിരുന്നു. ഒരു ടീച്ചർ ഒരു ഗാർഡിയൻ്റെ റോളിലായിരുന്നു. ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആളാണ് ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ചില ആൾക്കാർ ഗാർഡിയനിൽ നിന്നും കുറച്ച് താഴ്ത്തിട്ട് ഗാർഡിനെ പോലെ പെരുമാറും. ഗാർഡ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ നിങ്ങൾ കണ്ടില്ലോ, ആരും അകത്തേക്ക് കടത്തിയിടില്ല. ഈ ചില സ്ഥലത്ത് സ്ഥാപനം നടത്തുന്ന ഗാർഡിയൻ വളരെ പാവമായിരിക്കും, വളരെ ഗിവിങ് ആയിരിക്കും. എന്നാൽ അത് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. ഇവർക്ക് പണി കൂടുന്നുള്ളതുകൊണ്ട്, ഇവർക്ക് റെസ്പോൺസിബിൾ ആവാൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യൽ വലിയ മടിയായതുകൊണ്ട് ഇവരെല്ലാത്തിനും റെസ്ട്രിക്ഷൻ വെക്കും. ഇവരെല്ലാത്തിലും കിടന്നിട്ട് അലമ്പിട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പറയും ഈ സ്ഥാപനം നശിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ തൊഴിലാളികളാണ്. അല്ലെങ്കിൽ പറയും മുതലാളിനേക്കാളും കൂടുതൽ കഷ്ടമാണ് തൊഴിലാളികൾ, അതിനേക്കാളും വലുതാവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. സോ ഗാർഡിയൻഷിപ്പ് എന്ന റോളിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും ഞാൻ പറയാം ഒരാൾ റെസ്പോൺസിബിൾ ആണ്. ആ ഗാർഡിയൻഷിപ്പിൽ ഏറ്റവും നല്ല മാതൃക അതൊരു ഡിവൈൻ ആട്രിബ്യൂട്ടാണ്, അതൊരു ഡിവൈൻ ക്വാളിറ്റിയാണ്. സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചില അഫർമേഷൻസ്, ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. കാരണം വാട്ട് യു റിപ്പീറ്റ് യു ബിക്കം. നിങ്ങൾ ആവർത്തിക്കേണ്ടത് നിങ്ങളായിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ആവർത്തിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ അത് പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. ചില പഠനങ്ങളൊക്കെ പറഞ്ഞത് ഒരു അഫർമേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ആ അഫർമേഷൻ്റെ ഇഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രകടമാകുന്നതാണ്. സംശയമുള്ളവർക്ക് ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്ന ഒരു ടാസ്ക്, ഒരു 3 മിനിറ്റ് ഇപ്പം ചെയ്യരുത്, ഇപ്പം ടോക്കിലാണ്, ഒരു 3 മിനിറ്റ് ഇത് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ തലവേദന 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 ഇങ്ങനെ കുറച്ച് ഫീലിങ്ങോട് കൂടി ആവർത്തിച്ച് കഴിഞ്ഞാൽ തലവേദന താനേ വരും. അപ്പോൾ നമുക്കറിയാം 3 മിനിറ്റ് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് പ്രകടമാകുന്നതാണ്. അപ്പോൾ ഇതേപോലെ അഫർമേഷൻസിന് നല്ല ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ റെസ്പോൺസിബിൾ ആകണം, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആകണം എന്ന് ചിന്തിക്കുന്നവർ, ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരോട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് ആ ക്വാളിറ്റിയിൽ മാറ്റം കൊണ്ടുവരാനും
നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ഇന്നർ ടോക്കുകളിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോൾ വരുമ്പോൾ നമ്മൾ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് എന്താ ചെക്ക് ചെയ്യുക. ഓ അതും ചെയ്യാനുണ്ടല്ലേ, ഓ ഇന്ന് ഇതുകൂടി ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ ഒരു വീട്ടമ്മക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അലക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഫുഡ് ആക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മക്കളെ കാര്യം ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴേക്ക് ആ ഓരോ കാര്യങ്ങൾ ഉള്ളിൽ നിന്നും കോള് വരാണ്, റെസ്പോണ്ട് ചെയ്യാനുള്ള കോള് വരാം. മക്കളെ നോക്കാനുണ്ടേ, ഓ അതുകൊണ്ട് അല്ലേ. ഇന്ന് ഹസ്ബൻഡിന് മറ്റേ സംഭവം റെഡി ആക്കാനുണ്ട്, ഇന്ന് അതും ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ റെസ്പോൺസ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ റെസ്പോൺസ് ഉള്ളിൽ കൊടുക്കുന്നതിൽ തന്നെ ഉണ്ട് നമ്മൾ എത്ര റെസ്പോണ്ടബിളും റെസ്പോൺസിബിളും ആണെന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഉള്ളിൽ നിന്നും കോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് തോട്ടിലാലോ വരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന് എങ്ങനെയാണ് നമ്മൾ ഉത്തരം നൽകണമെന്ന് നോക്കിയാൽ മതി. ഈ സമയത്ത് നമ്മൾ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിവൈൻ ക്വാളിറ്റിയിലല്ല ആക്ച്വലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് ആ സമയത്തും ചിന്തിക്കുക, ഇതേ കാര്യങ്ങൾ ഇതേ ആവശ്യങ്ങൾ സൃഷ്ടാവിലേക്കായിരുന്നു കോളായിട്ട് പോകുന്നതെങ്കിൽ സൃഷ്ടാവ് എങ്ങനെയായിരിക്കും, ദൈവം തമ്പുരാൻ എങ്ങനെയായിരിക്കും അതിന് ആൻസർ കൊടുക്കുക. ഇങ്ങനെ ഒരു ഫീസ് അടിക്കാനുണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു ഫീസ് അടിക്കാനുണ്ട്. അപ്പോൾ സൃഷ്ടാവ് എങ്ങനെയായിരുന്നു, ഇനിയിപ്പോൾ അതും റെഡിയാക്കാനുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മോളെ കല്യാണം വരുന്നുണ്ട്, റെഡിയാക്കി തരണം, അതും ഇപ്പോൾ റെഡിയാക്കണം, എല്ലാം കൂടി പണിയാണല്ലോ. ഇങ്ങനൊരു ദൈവം ചിന്തിക്കോ? ഇല്ല. ഇത് ഓരോന്നും പറഞ്ഞ സമയത്ത് ഇതും ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇതും ഞാൻ തന്നെ ചെയ്തു തരേണ്ടത്, ഇനിയും ചോദിക്കും. അപ്പോൾ ആ ഗാർഡിയൻ അവെയർനെസ്സിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ട് എന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു ഗാർഡിയൻ റോൾ ഉള്ളത് കൊണ്ടാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഓരോ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാം പ്രതിനിധിയായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രതിനിധിയായിട്ട് ചെയ്യുന്ന എല്ലാം ഒരു പ്രതിവിധിയായിരിക്കും. എല്ലാത്തിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് പ്രതിനിധിയായി ചിന്തിക്കുക എന്നുള്ളതാണ്. പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രതിവിധികൾ കൊടുക്കുന്നവരാരോ അവരാണ് വിധിക്കകത്തുള്ള നിധി കണ്ടെത്തണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. വിധി തന്നെ മക്കളെ നോക്കി അടുക്കളയിൽ നിന്ന് ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ബിസിനസ്സും ഇതിൻ്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, വിധി തന്നെ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആ വിധിക്കുള്ളിൽ ഒരു നിധി ഉണ്ട്. ആ നിധി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ഏറ്റവും കൂടുതൽ ആസ്വാദനമായിരിക്കും. നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ഓരോ പ്രതിനിധാനത്തിൻ്റെ ജോലിയും ഭംഗിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. ഇതെന്താണ് എനിക്ക് അടുക്കളയിൽ നിന്നൊരു പ്രൊമോഷൻ ഇല്ലേ, ഇതെന്താണ് ഈ ജോലിയിൽ നിന്ന് എനിക്കൊരു പ്രൊമോഷൻ ഇല്ലേ, ഇതെന്താണ് ഈ ലൈഫിൽ നിന്ന് എനിക്കൊരു മാറ്റമില്ലേ. പ്രൊമോഷൻ കിട്ടാത്തത് നിങ്ങൾ പ്രതിനിധിയുടെ റോളിലല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഗാർഡിയൻ്റെ റോളിലല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കേവലം സെക്യൂരിറ്റി ഗാർഡിൻ്റെ റോളിലാണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഏറ്റവും താഴെ സ്റ്റേറ്റിൽ ആരാണോ നിൽക്കുന്നത് ആ ലെവലിലാണ് നമ്മൾ ഓരോ ദൗത്യങ്ങൾക്കും ഓരോ ഡ്യൂട്ടികൾക്കും റെസ്പോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മുഖം ചുളിച്ചുകൊണ്ടുള്ള ചിന്ത പോലും നിങ്ങളിൽ വരാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ ഓരോ ചിന്തകൾക്കും നിങ്ങൾ റെസ്പോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നില്ലേ, അതിലുണ്ട് നിങ്ങളുടെ എബിലിറ്റി ടു റെസ്പോണ്ട്. റെസ്പോൺസിബിലിറ്റി ഈസ് ഷോൺ ത്രൂ ദ എബിലിറ്റി ടു റെസ്പോണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഓരോ ഡ്യൂട്ടികൾക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസിനും നിങ്ങൾ എങ്ങനെയാണ് ഉള്ളിൽ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ചോദിക്കുക, പ്രതിനിധിയായിട്ടുള്ള ഉത്തരമാണോ നിങ്ങൾ കൊടുത്തത്, അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള വിക്റ്റിമായിട്ടുള്ള ഉത്തരമാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ കൊടുക്കണതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു പ്രതിവിധി വന്നിരിക്കും എന്നുള്ളതാണ്. അതേ സമയത്ത് വെറും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രതിയായിട്ട് ഞാൻ പെട്ടു, ഭാര്യയായിട്ട് പെട്ടു, ഹസ്ബൻഡായിട്ട് പെട്ടു, ഏത് നേരത്താണാവോ ഇവളെ കെട്ടാൻ വേണ്ടി തോന്നിയത്, ഏത് നേരത്താണാവോ ഇതിലേക്ക് കയറി വരാൻ വേണ്ടി തോന്നിയത്. അപ്പോൾ ഒരു വിക്ടിമായിട്ട് ഒരു ഇരയായിട്ടാണ് ഒരു പ്രതിയായിട്ടാണ് നിങ്ങൾ അതിനെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പ്രൊമോഷൻ കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ആരാണോ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ഒരു ഗാർഡിയനെ പോലെ ഞാനാണ് ഇത് ചെയ്യാൻ, എന്നോടിത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനിത് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രതിനിധിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുക എന്നുള്ള റോളിൽ ചെയ്യുന്ന സമയത്ത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ എത്ര തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താലും നമുക്ക് മടുപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. അത് തൂത്തുവാരാനാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ റോള് അപ്പുറത്ത് കുറേ പേരുണ്ട്, അതിപ്പോൾ വലിയ മുതലാളിയാന്ന് പറഞ്ഞാലും ചിലപ്പം ചൂലെടുത്താൽ അത് നന്നായിക്കോളം നിർബന്ധമൊന്നുമില്ല, അത് ഞാൻ തന്നെ ചെയ്യുമ്പോഴാണ് ഏറ്റവും ഭംഗിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന രൂപേണ നമ്മളത് ചെയ്യുമ്പം എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ഇപ്പോഴത്തെ റോള് അത് ഏറ്റവും ഭംഗിയിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ റെസ്പോൺസിബിലിറ്റി. അത് ഏൽപ്പിക്കപ്പെട്ടു, ചെയ്യാതെ വേറെ വഴിയില്ലാലോ എന്ന് കരുതുമ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമ്മൾ മടുത്തോണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പം റൂമി ചോദിക്കുന്നുണ്ട്, ഒരു കോട്ടിൽ ഒരു പോയത്തിൽ ഇങ്ങനെ റൂമി ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയേ ഉള്ളൂ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൺലി ദിസ്, എനിക്ക് ഇത്രേ തരുന്നുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദൈവം റൂമിക്ക് ഉത്തരത്തിനാണ് പോലും ഓൺലി ദിസ് വിൽ ലീഡ് യു ടു ദാറ്റ്, നിനക്ക് ഇത്രേ തന്നിട്ടുള്ളൂ,
പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്യും, ഇത് തന്നെ അതിലേക്ക് എത്തിക്കൊള്ളൂ. അപ്പം ഓർക്ക് വലിയ വീട് കൊടുത്തല്ലോ, ഇവർക്ക് വലിയ കാറ് കൊടുത്തല്ലോ, അവർക്ക് വലിയ പ്രൊമോഷൻ കൊടുത്തല്ലോ, നമുക്കൊന്നും ഇല്ലാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടേക്കുള്ള ഉത്തരമാണ്, നിനക്കിപ്പോൾ എന്താണോ ഉള്ളത് അത് നീ അതിന് റെസ്പോണ്ട് ചെയ്യും, അതിന് ഏറ്റവും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അതിന് റെസ്പോണ്ട് ചെയ്യാതെ എനിക്ക് വേറെ കാര്യത്തിലെത്താണ്ട്, എനിക്ക് വേറെ സ്ഥലത്തെത്താണ്ട്, ഇതൊക്കെ ഒന്ന് ആരെങ്കിലും ചെയ്തേക്കണേ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ മടുത്ത് മാറ്റി വെച്ച് വേറൊരു കാര്യത്തിലേക്ക് പാടും. ഒരിക്കലും മടുത്തുകൊണ്ടാകരുത് ഒരു കാര്യത്തെ നമ്മൾ ഒഴിവാക്കുന്നത്. നമ്മൾ ഈ ഹീലിങ്ങിൻ്റെ കാര്യം പറയുമ്പം എപ്പോഴും പറയാറുണ്ട്, ഈ ഹീലിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, മടുത്തിട്ട് ഒഴിവാക്കിയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതുന്ന സമയത്തല്ല, സംഭവിച്ച എല്ലാത്തിനെയും അത് സംഭവിക്കേണ്ടതാണ്, അത് സംഭവിച്ചതിൽ നന്നായിരിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയത്താണ് ആ ഹീലിംഗ് പരിപൂർണമാകുന്നത്. അതെനിക്ക് ചിന്തിക്കാനേ പറ്റില്ല, എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റില്ല, എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ, മനസ്സിൽ നിന്നും എന്തെങ്കിലും എടുത്ത് കളയണമെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. കടമില്ലാണ്ടാകണമെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും കടത്തുനിന്ന് രക്ഷപ്പെടണം പറഞ്ഞുകൊണ്ടിരുന്ന കടം എന്ന അനുഭവത്തെ റെസ്പോൺസിബിളായിട്ട് ഏറ്റെടുക്കല്ല, നമ്മൾ അതിന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റി കാണിക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നു, ഐ അഡ്മിറ്റ് ഇറ്റ്, എനിക്കത് സംഭവിച്ചു എന്നതിന് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്കതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റാന്നുള്ള. സോ കമ്മിങ് ബാക്ക് ടു ദ പവർ ഓഫ് അഫർമേഷൻ, നമ്മുടെ ഈ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഓരോ ചിന്തകൾക്കും നമ്മൾ പല ഭാവത്തോടു കൂടിയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടാത്ത ഇടങ്ങളെപ്പറ്റി നിങ്ങൾ മൈൻഡിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെയോ നമ്മുടെ റെസ്പോണ്ട് ഉള്ളിൽ തന്നെ എന്നുള്ളൊരു സാധനമായിരിക്കും, ഇത് ഇനി എന്നുള്ളൊരു സാധനമായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണത്, ആ ടോട്ടൽ പ്രൊജക്റ്റ് നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്തത്, നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തത്. അപ്പോൾ ആ ചെറിയ കാര്യങ്ങളോട് ഇതും ഉണ്ടല്ലേ അതിൻ്റെ കൂടെ, അതും ഉണ്ടല്ലേ ഇതിൻ്റെ കൂടെ എന്ന ഒരു ഭാവം കൊടുക്കുമ്പോൾ തന്നെ ആ ടോട്ടൽ പ്രോജക്റ്റിനെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഇൻറ്റൻഷൻ്റെ ഒക്കെ ബ്യൂട്ടി എപ്പോഴും വരാറുള്ളത്. സോ ഞാൻ അഫർമേഷനിലേക്ക് വന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള ഈ റെസ്പോണ്ടുകളെ ബ്യൂട്ടിഫൈ ചെയ്യാൻ, ഈ റെസ്പോണ്ടുകളെ പരിവർത്തനം ചെയ്ത് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗാർഡിയൻ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഞാൻ പറയുന്നു, നമുക്ക് വളരെ നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആകാൻ വേണ്ടി പറ്റും, ആസ്വദിച്ചുകൊണ്ട് റെസ്പോൺസിബിൾ ആകാൻ പറ്റും. ദൈവം ഇങ്ങനെ കൊതിക്കാണ്, എൻ്റെ അടിപ്പ് ഇനി എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ, ഇനിയും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ. ചോദിക്കുന്നത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, ചോദിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കാനൊക്കെ പറ്റും, കൊടുക്കാൻ പോകുന്നവൻ തന്നെയാണ്, ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ അറിയുന്നതാണ്, എന്നാലും ചോദിക്കേണ്ടത് ഇഷ്ടമാണ്. അപ്പോൾ ആ ബന്ധം പുതുക്കാനുള്ള ഒരു വഴിയാണ് ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവം റെസ്പോൺസിബിൾ ആകാൻ ഇഷ്ടപ്പെടുന്നു, റെസ്പോണ്ട് കൊടുക്കുന്നവനാകാൻ ഇഷ്ടപ്പെടുന്നവനാണ് ദൈവം എന്നതുകൊണ്ട് നമ്മളോട് ചോദിക്കാനായിട്ട് അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് എന്താ പഠിച്ചോനെ ഇതും കൂടി എൻ്റെ തലയിലാലെ വന്ന് വീണിക്കണേ, ഇതൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് പറയുന്ന സമയത്ത് പഠിച്ചവനോട് ഇത് റെഡിയാക്കി തരാൻ പറയുന്നുണ്ട്, പക്ഷേ എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ പഠിച്ചവൻ പറയുന്നത്, ഞാനത് റെഡിയാക്കി തരണമെങ്കിൽ നീയും എൻ്റെ ക്വാളിറ്റിയിലൊന്നും ഇരിക്കും, ഇത് പ്രശ്നമായിട്ട് കാണല്ല, ഞാനേ കരുണക്കടലാണ്, നീയും ഒരു കരുണക്കടലിൻ്റെ അവസ്ഥയിൽ ഈ കാര്യത്തെ സമീപിക്കും. അപ്പോഴല്ലേ നമ്മൾ മാച്ച് ആവാം അല്ലേ, അപ്പോൾ നമ്മൾ സെയിം പിഞ്ച് ആവാം. ആ സമയത്തല്ലേ എനിക്ക് സെയിം വൈബ്രേഷൻ എനിക്ക് തരാൻ പറ്റുക. നീ ഇരിക്കുന്നത് ഗാഡിൻ്റെ വൈബ്രേഷനിലും ഞാനിരിക്കുന്നത് ഗാഡിൻ്റെ വൈബ്രേഷനിലും, അപ്പോൾ നമ്മളങ്ങോട്ട് മാച്ച് ആവില്ലല്ലോ, നമ്മളെ വൈബ് സെറ്റാക്കണ്ടേ എന്ന രൂപത്തിലുള്ളൊരു റെസ്പോണ്ട് അവിടുന്ന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി എന്നുള്ള. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം, ചില കാര്യങ്ങളിൽ നമുക്ക് ഇത്തരം റെസ്പോൺസിബിൾ ആകുന്നിടത്ത് ചലഞ്ചുകളോ കണ്ടിന്യൂറ്റി കൊണ്ടുപോകുന്നിടത്ത് ചലഞ്ചുകളോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ആ സമയത്ത് നമ്മൾ ഡിവൈൻ ക്വാളിറ്റിയിലല്ല, നമ്മൾ ഡിവൈൻ റെപ്രസെൻറ്റേഷനിലല്ല, നമ്മളതിന് തെറ്റിയിരിക്കുന്നു. അപ്പം നമ്മൾ പറയണത് ഞാൻ തീരെ റെസ്പോൺസിബിൾ അല്ല, എനിക്ക് ആ തീരെ കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെ കോലം താഴ്ന്നിരിക്കുന്നു, ഇത് നടത്തി തരേണ്ട ആൾ ദൈവം തമ്പുരാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യാം, എന്നാൽ എന്നെ സൃഷ്ടിച്ച ദൈവം എത്ര പരിപൂർണതയിൽ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം എത്ര കൺസിസ്റ്റൻ്റ് ആണ്, എൻ്റെ നാഥൻ കൺസിസ്റ്റൻ്റ് ആണ്, എൻ്റെ നാഥൻ കൺസിസ്റ്റൻ്റ്ലി എന്നെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ നാഥൻ കൺസിസ്റ്റൻ്റ്ലി എന്നെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നർച്ചർ ചെയ്യുന്ന, പരിപാലിക്കുന്ന, തുടർച്ചയായിട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു എൻ്റെ നാഥൻ, എൻ്റെ നാഥൻ, എൻ്റെ നാഥൻ എന്നിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭാവത്തിലേക്ക് നമ്മളെ മനസ്സിനെ അടുപ്പിക്കുകയാണ്. മനസ്സിനൊരു കാര്യം ചെയ്യാൻ മോഡൽ വേണമെന്ന് പറഞ്ഞില്ലേ,
അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആകാതിരിക്കാനുള്ള മോഡൽ നമ്മളെ കുടുംബത്തിലെയോ നാട്ടുകാരിലെയോ ആരെങ്കിലും ആണെങ്കിൽ നമ്മളെ മനസ്സപ്പോൾ റെഫറൻസ് എടുക്കുന്നത് ആ വിഷയത്തിൽ മക്കളെ നോക്കാണ്ടല്ലേ ഉണ്ട്, ഇതാ കുറേ കേട്ട് ശീലിച്ചത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതാണ് കിടക്കുന്നത്. എന്നാൽ അതിന് മതിലായിട്ട് മക്കളെ നോക്കുന്നതിനും നർച്ചർ ചെയ്യുന്നതിനും നല്ല മോഡൽ എവിടെ കിടക്കുന്നത്? അത് ഗാർഡിയൻ ആയിരിക്കുന്ന ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടത് ഞാൻ കണ്ട സോക്കോൾഡ് കുറേ ഫ്രെയിമുകളിലുള്ള നർച്ചറൻസിൻ്റെ മോഡലുകളെ അല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള. എൻ്റെ മനസ്സിൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥൻ എത്ര പരിപൂർണനാണ്, എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് എൻ്റെ നാഥൻ എന്നെ പരിപാലിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ നാഥൻ്റെ തുടർച്ചയായിട്ടുള്ള നർച്ചറൻസിലാണ്, ഞാൻ എപ്പോഴും എൻ്റെ നാഥൻ്റെ തുടർച്ചയായിട്ടുള്ള കൺസിസ്റ്റൻസിലാണ്. ഇതിങ്ങനെ പറയുമ്പോഴേക്ക് എൻ്റെ നാഥൻ്റെ ക്വാളിറ്റിയെ എൻ്റെ മനസ്സിന് ഞാൻ മോഡലാക്കി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ അഫർമേഷൻ പറയുന്ന സമയത്ത് ഇത് അഫർമേഷൻ ആണെന്ന് ചോദിച്ചാൽ അഫർമേഷനാണ്, ഇത് സ്മരണയാണോ ദിക്റാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് സ്മരണയുമാണ്. അത്തരത്തിൽ ഡിവൈൻ ക്വാളിറ്റീസിനെ നമ്മളിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ട് ആ ഡിവൈൻ ക്വാളിറ്റിയെ നമ്മൾ ആവർത്തിച്ച് പറയും തോറും നമുക്ക് നല്ല മോഡൽ കൊടുത്തുകൊണ്ടിരിക്കാം. ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്ക് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മാതൃകാ ബോധം ഏതാണോ ആ ബോധത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ ഏത് വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചലഞ്ചുകളോ സ്റ്റെക്നെസ്സുകളോ വരുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ആ ഡിവൈൻ ക്വാളിറ്റി ഏതാണെന്ന് എടുക്കാം. എന്നിട്ട് മോഡലായിട്ട് നാഥൻ അത് ചെയ്യുന്നത് കണ്ടില്ലേ, ദൈവം അത് ചെയ്യുന്നത് കണ്ടില്ലേ, ആ ചെയ്യുന്നതിൽ ഇങ്ങനെ കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആ സമയത്തേക്ക് നമ്മൾ ഗാഡ് ഫേസിൽ നിന്നും ഗാർഡിയൻ ഫേസിലേക്ക് എലവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്ന റെസ്പോണ്ടുകൾക്ക് ഒരു രീതിയിൽ എന്താ പറയുക, ഒരു മടുപ്പോ ചടുപ്പോ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഏത് കാര്യത്തിലാണ് വരുന്നത്, ആ കാര്യത്തിൽ അതുമായി അസോസിയേറ്റ് ചെയ്തതിൽ സൃഷ്ടാവ് എങ്ങനെയായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഓരോ ദിവസവും എഡീഷനാണ്, ഓരോ ദിവസവും ഈ ലോകത്തിൽ കാര്യങ്ങൾ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വർധനവിലേക്ക് ഉണ്ടാകുന്ന സൃഷ്ടികൾ എന്തൊക്കെയാണോ ആ സൃഷ്ടികളെ മുഴുവനും പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംഭവിച്ചത് കൊണ്ട് ഒന്നും കുറയാൻ പോണില്ല. അപ്പോൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ എക്സ്പാൻഷനും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റിയും ഗ്രോത്തും പ്രോഗ്രഷനും ഇതെല്ലാമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുന്നതിലൂടെ നാഥൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാഥനാണ് ഇപ്പോൾ സൃഷ്ടാവാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനെ ലിമിറ്റ് വെക്കാതെ ഇൻഫൈനൈറ്റായിട്ട് ഗ്രോ ചെയ്യിപ്പിക്കുന്നതിലൂടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉത്തരം നൽകുന്നതിനായ തമ്പുരാൻ ഉത്തരത്തിലിരുന്നു കൊണ്ട് അത് പരിപാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും തോറും കൂടുതൽ ഉത്തരം കൊടുക്കേണ്ടി വരും. നിങ്ങളൊരു ബിസിനസ് കഴിഞ്ഞ് രണ്ട് ബിസിനസ് ആക്കുമ്പോഴേക്ക്, 2 സ്ഥാപനമാക്കുമ്പോഴേക്ക് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ കൂട്ടുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ഉത്തരങ്ങൾ നിങ്ങൾ നൽകേണ്ടി വരും. അവിടുത്തെ അക്കൗണ്ടൻറ്റും വിളിക്കും, ഇവിടുത്തെ അക്കൗണ്ടൻറ്റും വിളിക്കും, അവിടുത്തെ മാനേജറും വിളിക്കും, ഇവിടുത്തെ മാനേജറും വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ചെയ്യേണ്ട അവസ്ഥകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഞാൻ ഇത്രത്തോളം സംഭവങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകും, എന്നെക്കൊണ്ട് ഇത്രയും സംഭവങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ആരാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്നതിൽ വെച്ചതിൽ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മോഡൽ ഓഫ് മാനേജർ ആരാണ്? അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുന്നു, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നു, ജീവിതത്തിലേക്ക് നോക്കുന്നു. അവിടെ എവിടെയായിട്ടും ബെസ്റ്റ് മാനേജറിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഓൾമൈറ്റി ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ മാനേജർ. ഓൾമൈറ്റി ഈസ് ദ ബെസ്റ്റ് മാനേജർ. എവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു പ്ലാനറെ കാണാൻ വേണ്ടി പറ്റുക, എവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു ഡെസിഷൻ മേക്കറെ കാണാൻ വേണ്ടി പറ്റുക, എവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റുക. ഒക്കെ പ്രകൃതിയിൽ തന്നെ ഉണ്ടല്ലോ. ക്രൈസിസ് വരുന്ന സമയത്ത് പ്രകൃതി എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് നോക്കിയേ, പ്ലാൻ ചെയ്യേണ്ടത് നോക്കിയേ, എല്ലാം പ്രകൃതിയിലുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ ചലഞ്ചുകൾക്കും ഈ ഇതിനേക്കാളും വലിയൊരു സിസ്റ്റം തന്നെ, ലൈഫ് സിസ്റ്റം തന്നെ, ഒരു ഇക്കോ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ലൈഫിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം, നമ്മൾ എൻ്റെ നാട്ടിലെ ഇന്ന ആളുടെ മകനും മകളുമായി മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ള പരാതികളും പ്രശ്നങ്ങളും പരാധീനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലോകം തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവന് പരിപാലിക്കാൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പരിപാലനത്തിൻ്റെ ഉള്ളിലാണ് ഞാനും നിങ്ങളൊക്കെ എന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ആ വൈഡായിട്ട് ചിന്തിക്കുന്ന സമയത്ത്, ആ എക്സ്പാൻഡഡ് ഫോമിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കിതിനെല്ലാത്തിനുള്ള മോഡലുകളുണ്ട്. അതുകൊണ്ടാണ് എന്തിന് ഒരു ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും മാതൃകയാക്കാൻ പറ്റിയ, മനുഷ്യന് ജീവിക്കാൻ, മനുഷ്യന് ജീവിതം ആസ്വദിക്കാൻ, മനുഷ്യന് ജീവിതത്തിൽ എവിടെയെങ്കിലും സ്റ്റെക്നെസ് വരുമ്പം അതിന് റെഫറൻസ് എടുക്കാൻ പറ്റിയ ഒരു റെഫറൻസ് ലൈബ്രറിയാണ് ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ സംവിധാനിച്ച് പരിപാലിക്കണത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ സ്മരിച്ച് ചെയ്യാം. ദൈവത്തെ സ്മരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമായിരുന്നു, എൻ്റെ ദൈവത്തെ സ്മരിച്ച് ഞാനിത് ചെയ്യുന്നു, എൻ്റെ ദൈവത്തെ സ്മരിച്ച് ഞാനിത് ചെയ്യുന്നു. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അതിൽ എങ്ങനെ ഇടപെടുന്നു എന്നുകൂടി സ്മരിക്കാൻ നിങ്ങൾ മറന്നുവരുത്.
അപ്പോൾ ഈ ആ സ്മരണ പൂർത്തീകരണത്തിൽ എത്തുന്നുള്ളൂ. ഞാൻ സ്മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ പറയാണ്, എവിടെ ക്ലാസ്സിൽ കയറാൻ വേണ്ടി പോവാണ്, ഞാൻ ഗൈഡിനെ ഓർത്ത് കയറുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷത്തിന് പറയാണ്, ഗൈഡിനെ ഒന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ കയറുന്നത് എന്ന് പറഞ്ഞ് കയറാണ്. ഈ ഓർത്ത് കയറിയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോളും നിർബന്ധമില്ല. ഗൈഡിനെ ഓർത്ത് കയറുന്നു പറയുമ്പോൾ ഗൈഡിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ വന്നിരുന്നിട്ടുണ്ട്, ഗൈഡിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗൈഡിൻ്റെ ക്ലാസ്സിന് ചില മോഡലുകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ ഓർത്തിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഉള്ള ഓർക്കലും അല്ലാണ്ട് ഗൈഡെ ഞാൻ ഓർത്തിട്ടുണ്ട് കേട്ടോ, ഗൈഡെ ഞാൻ ഓർത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കയറുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പല ക്വാളിറ്റികളിലൂടെ ദൈവത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ സമാധാനമാകുന്നു, അവൻ രക്ഷകനാകുന്നു, അവൻ പ്രതിവിധി നൽകുന്നവനാകുന്നു, അവൻ മുളപ്പിക്കുന്നവനാകുന്നു, അവന് നർച്ചർ ചെയ്യുന്നവനാകുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരോ ക്വാളിറ്റികളിലൂടെ ദൈവം അവൻ്റെ പേരിട്ട് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് അതിനൊക്കെ ഞാൻ എങ്ങനെ സമാധാനം ഇവിടെ സ്ഥാപിക്കുന്നു എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കൂ. അപ്പോൾ എൻ്റെ ആ നാമത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതിലൂടെ, സ്മരിക്കുന്നതിലൂടെ എൻ്റെ ആ പേര് മാത്രം പറഞ്ഞാൽ പോരാ. എൻ്റെ പേര് പറഞ്ഞതിനോടൊപ്പം അതിലൊന്ന് ചിന്തിച്ച് നോക്കാം, എങ്ങനെയാണ് ഇവിടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടത്, എങ്ങനെയാണ് സമാധാന അന്തരീക്ഷത്തിൽ ഇവിടെയുള്ള പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കപ്പെടുന്നത്. ഇങ്ങനെ അതിന് മാച്ചാകുന്ന ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ എടുത്തിട്ട് അതിനെ ആവർത്തിച്ച് നമ്മൾ പറയാം. എങ്ങനെ പറയാം? നമ്മളെ മനസ്സിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ ആ ദൈവം എങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമല്ലാത്ത എല്ലാ ബോധങ്ങളും ഓഫാവും. ഒരാൾക്കൊരു ബിസിനസ് ചെയ്യാൻ അയാൾ കണ്ട കുറച്ച് ബിസിനസ്സുകാരുടെ 4-5 മോഡലുകളുണ്ട്. എപ്പോൾ അതായിരിക്കും മൂപ്പർക്ക് ബൈബിള്. ഇവരെങ്ങനെയാ ബിസിനസ് ചെയ്തിട്ടുള്ളത്, അവരിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരിങ്ങനെയാണ് സോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രം നമ്മളെ തലയിൽ കിടക്കുന്നത്. പക്ഷെ ചില ഘട്ടങ്ങൾ വരും, നമ്മൾ കേട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ച ഒരു ബിസിനസ് പ്രിൻസിപ്പിളും എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ചില ചലഞ്ച് വരുമ്പോൾ നമ്മൾ നിൽക്കുക, പടച്ചോനെ ഇതൊന്നും എങ്ങനെയും കഴിച്ചിലാക്കി തരണേന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ മീതെ ഉള്ള മോഡലിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ മൈൻഡ് ബ്ലാങ്കാണ്, കാരണം ഈ റെഫറൻസ് ഒന്നും വർക്കാകുന്നില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പുറത്തുനിന്ന് എവിടെയെങ്കിലും ഒരു സഹായം വരാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കാണാത്ത ഏതെങ്കിലും വഴി വരണമെങ്കിൽ. അപ്പോഴാണ് ഇവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇന്നേ വരെ കാണാത്ത, ഇന്നേ വരെ ചിന്തിക്കാത്ത കോണിൽ നിന്നും ഇൻറ്റ്യൂഷനായിട്ട് ചില സൊല്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുക. എത്ര ശാസ്ത്രജ്ഞന്മാരാണ്, അവർക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ അറിയാം, അവർക്ക് ഒരുപാട് തിയറികൾ അറിയാം, അവരൊരുപാട് കേസ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഒക്കെ ആയിട്ടും അവരുദ്ദേശിക്കുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇന്നേ വരെ ഇല്ലാത്ത ഒരു പോയിന്റിലേക്ക്, ഒരു പ്രോഡക്റ്റിലേക്കൊക്കെ അവർക്ക് എത്തേണ്ട സമയത്ത് ഇതുവരെ ഉള്ളതൊന്നും അതിലേക്ക് വഴി തെളിക്കൂല, അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കായിരിക്കും. അപ്പോഴാണ് അവർ പറയാം, ഇനി വല്ല അത്ഭുതവും നടക്കണം. അങ്ങനൊരു സംഭവം ഉണ്ടാവും, പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ, ആ പോയിന്റ് കിട്ടണമെങ്കിൽ ഇനി വല്ല അത്ഭുതം നടക്കണം. ആ അത്ഭുതം നടക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്തോടുകൂടി ഇവൻ ആയുധം വെച്ച് കീഴടക്കാണ്, സറണ്ടറിയാണ്. ഇത് ഭൂമി ലോകത്തിലുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഇല്ലാത്തതാണ്, പക്ഷേ ഇതിനൊരു സാധ്യത കാണുന്നുണ്ട് എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് മനുഷ്യ മനസ്സിൽ ഇല്ലാത്തതാണ്, ആരുടെ തലയിലും ഇല്ലാത്തതാണ്, ആരും ചെയ്യാത്തതാണ് എന്ന് പറയുമ്പം ആർക്കും ചെയ്യാൻ പറ്റാത്തതാണിത്. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയവനാരോ അവനിലേക്ക് നമ്മൾ അടുക്കാണ്. ആർക്കും പറ്റൂല. ചില ആൾക്കാർ പറയല്ലേ, എന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിലൂടെ അയാളുടെ മനസ്സിലൂടെ അപ്പൊക്കെ കടന്നു പോകാണ് സഹായിക്കുന്നതിന് പരിമിതിയുള്ള കുറേ മനുഷ്യന്മാരാണ്. അപ്പോൾ ഇവർക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞതിലൂടെ അപ്പോൾ ആരാണ് ഇതിന് പോകുന്നവർ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആർക്കും പറ്റൂല എന്ന് പറയുമ്പോൾ ഒരു വാക്കുകൂടി ചേർത്ത് പറഞ്ഞാൽ മതി, ദൈവത്തിനല്ലാതെ. അപ്പം ആർക്കും പറ്റില്ല ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടോ? നിങ്ങൾ അതിനെങ്ങനെ ഒന്ന് അഫർമേഷൻ ആക്കിയേ, ഇത് ചെയ്തു തരാൻ ആർക്കും പറ്റില്ല, ഇത് ആർക്കും അറിയില്ല. പക്ഷെ ആർക്കും അറിയാത്തത് ചെയ്തു തരാൻ പോകുന്നവനാകുന്നു ദൈവം. ആർക്കും അറിയാത്തത് ചെയ്തു തരാൻ പറ്റിയവനാണ് എൻ്റെ ദൈവം. ആർക്കും ചെയ്തു തരാൻ പറ്റാത്തത് ചെയ്തു തരാൻ പറ്റുന്നവനാണ് എൻ്റെ ദൈവം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും പറ്റുന്നില്ല എന്നുള്ള ആങ്സൈറ്റി മാറിയിട്ട് ഏതോ പറ്റിയവൻ ഇവിടെ ഉണ്ട്, അതിന് സാധിക്കുന്ന ആരോ ഒരുവനുണ്ട് എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് നമ്മളെ ബോധം കടന്നു പോകുന്നത്, നമ്മുടെ ഭാവം കടന്നു പോകുന്നത്. വാക്കുകളൊക്കെ സെയിം ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതിലുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങളാണ് നമ്മുടെ ആന്തരിക ലോകത്തിൽ ഉത്തരം കിട്ടണോ സ്റ്റെക്നെസ്സിൽ നിൽക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മോഡലാണ് എക്സാക്ട്ലി നമുക്ക് ഡിവൈൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇവിടെ കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അവനിലൂടെ പ്രകടമാകുന്നതൊക്കെ തന്നെ ഇതര ജീവികൾക്ക് സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന, കാരുണ്യം കിട്ടുന്ന രീതിയിലേക്ക് സ്നേഹമായി കാരുണ്യമായി ഒക്കെ ഒരാൾ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ ഉണർന്നിരിക്കുന്നത് ആ ദൈവിക ബോധത്തിൻ്റെ പല ഭാവങ്ങളാണെന്നുള്ള. ഇതിലേതെങ്കിലും ഒരു ഭാവമായിരിക്കും നമ്മൾ വിജയിപ്പിക്കുക. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ വരുന്നവർ പറയും നമ്മൾക്ക് കോർ വാല്യൂ സെറ്റ് ചെയ്യണം.
ആ ബിസിനസ് വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആ ബിസിനസ്സിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന കോർ വാല്യൂ ആണ്. ആ കോർ വാല്യൂ നിങ്ങൾ എടുത്ത് നോക്കിയേ, അതൊരു ഡിവൈൻ വാല്യൂ ആയിരിക്കും, ഒരു ഡിവൈൻ ആട്രിബ്യൂട്ട് ആയിരിക്കും, അതൊരു സ്പിരിച്വൽ ലെയറിലേക്ക് കണക്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ എന്താ നിങ്ങളുടെ കോർ വാല്യൂ? എൻ്റെ കോർ വാല്യൂ ആളുകൾക്ക് വളരെ ക്വാളിറ്റിയുള്ള ശുദ്ധമായ ഭക്ഷണം കൊടുക്കണം. ഈ ഹോട്ടലിൽ ശുദ്ധമായ ഭക്ഷണം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ വാല്യൂവിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും മറ്റുള്ള എല്ലാ ഹോട്ടലിലും സെയിം ഫുഡ് കൊടുത്താലും ഇവിടേക്ക് മാത്രം ആളുകൾ കൂടാനുള്ള കാരണം അവരൊരു വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂവിൽ കോംപ്രമൈസ് ഇല്ല. അതൊരു ഡിവൈൻ ആട്രിബ്യൂട്ടാണ്. കാരണം എല്ലാത്തിനെയും പരിശുദ്ധിയിൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. ആ പരിശുദ്ധിയിൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ ശുദ്ധമായ ഭക്ഷണമേ കൊടുക്കുകയുള്ളൂ, അത് ഏറ്റവും നീറ്റായിട്ടേ കൊടുക്കുകയുള്ളൂ, അത് ഏറ്റവും ക്ലീൻ ആയിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുമ്പം അതൊരു ഡിവൈൻ വാല്യൂ ആണ്. നമ്മൾ വിജയിച്ച, നമ്മൾക്ക് മറ്റുള്ളവരെക്കാളും വേഗത്തിൽ കയറി പോകുന്ന, പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഇടങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു ഓപ്പണിംഗ് കിട്ടി കയറി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയും പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ദൈവാനുഗ്രഹം കൊണ്ടാണ്. ദൈവാനുഗ്രഹം കടന്നു വരണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങളിൽ പ്രകടമാകണം. ലൈക്ക് അട്രാക്റ്റ് ലൈക്ക് എന്നാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ ഡിവൈൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും ലോ ഓഫ് അട്രാക്ഷൻ അല്ല, ഡിവൈൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലൈറ്റ് അട്രാക്ട് ലൈറ്റ് എന്നുള്ള, നിങ്ങളിൽ ഏതെങ്കിലും ദൈവികമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ, നിങ്ങൾ പ്രകടമാക്കുമ്പോൾ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നുള്ളതാണ്. എല്ലാവരും ഇപ്പോൾ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏതെങ്കിലും പിശാചിൻ്റെ ഭാവം ഉണ്ടെങ്കിൽ എല്ലാ പിശാചുക്കളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പറ്റിക്കുന്ന, ചതിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന എല്ലാ ഐറ്റംസ് ആൾക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? ലൈക്ക് അട്രാക്ട് ലൈക്ക് ആയതുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിന് പറ്റിയ ആൾക്കാരെ നിങ്ങളുടെ ചുറ്റിലും വന്ന് നിറയുള്ളൂ എന്ന് പറയാറുണ്ട്. ആസ് പെർ ദ ഡിവൈൻ ലോ ഓഫ് അട്രാക്ഷൻ, നമുക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഡിവൈൻ ക്വാളിറ്റിയെ നമ്മൾക്കുള്ളിൽ പ്രകടമാക്കിക്കൊണ്ടിരുന്നാൽ അതിലായിരിക്കും നിങ്ങൾക്ക് പാഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റുക. അത് നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിലുള്ള വാല്യൂസ് ഉണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യാതെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വാല്യൂ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനെ കൂടി ആഡ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ വികസിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരിക്കലും മടി ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയും വീട്ടിൽ ഇങ്ങനൊരു പണി കൊടുത്താൽ തീരെ ചെയ്യൂല, പക്ഷെ അവിടെ പോയാൽ എല്ലാ പണിയും ചെയ്യും. അതെന്താ? അവിടെ പോകുമ്പോൾ മാത്രം ചെയ്യാനും ഭയങ്കര ആവേശമാണ്. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു വാല്യൂ അവിടെ പോയി ചെയ്യുമ്പം ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ പരിസരത്തിൽ നിൽക്കുമ്പോൾ ആ വാല്യൂ താനെ ഉണരുന്നുണ്ട് നമുക്കുള്ളിൽ ആക്റ്റീവായിട്ടുള്ള. അപ്പം തന്നെ പറയും അവിടെ പോകുമ്പോൾ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ആവേശം, ഭയങ്കര എനർജി കിട്ടുന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് എനിക്ക് ആ എനർജി കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ആ എനർജി കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ബോധം ഉണരലാണ്, നിങ്ങളുടെ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കലാണ്. മനസ്സ് ഉണരണമെങ്കിൽ മനസ്സിനെ ഉണർത്തുന്നതും ഉറക്കുന്നതും നമുക്കുള്ളിലെ ഊർജ്ജം തന്നെയാണ്. ഊർജ്ജത്തിന് കൂടുതൽ പവർഫുൾ ആയിട്ട് പുറത്ത് വരണമെങ്കിൽ ഡിവൈൻ സോഴ്സിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം, ഏതെങ്കിലും വാല്യൂയിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം. എന്താ അപ്പം ഇങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്നത്. നിനക്ക് സമയം നഷ്ടമാവില്ലേ? സമയം നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുകയാണ് എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ എന്ത് ചെയ്യാണ്? നർച്ചർ ചെയ്യപ്പെടാണ്, അവേക്കൻ ചെയ്യപ്പെടാന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പുളവാക്കുന്ന കാര്യങ്ങളിൽ, തുടർച്ച കിട്ടാത്ത കാര്യങ്ങളിലേക്കൊന്ന് നോക്കൂ. അവിടെ ഏത് വാല്യൂ ആണ് നിങ്ങൾക്ക് അവേക്കൻ ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു വാല്യൂ ഉണ്ട് അതിനെങ്ങനെ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചൊക്കെ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ ഹോട്ടലിൽ ജോലിക്ക് കയറ്റി കുറച്ച് സമയത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഹോട്ടൽ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കലാണ്. നിന്നിട്ട് പറയാണ് കാല് കടിഞ്ഞു, എൻ്റെ ബാക്ക് പെയിന് വരാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ ആൾ ഇയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഫുൾ അടിയന്തരമായിട്ട് ഫുൾ അങ്ങോട്ട് ചാടിക്കേറി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം ഇനി രാത്രി അടുത്ത ദിവസം രാവിലെ ഒക്കെ പോയാലും ക്ഷീണം ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഹോട്ടലും ചെയ്യുന്നത് ഇതേ പണിയാണ്. പക്ഷേ ഹോട്ടലിൽ പോകുമ്പോൾ പെട്ടെന്ന് ക്ഷീണം, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ക്ഷീണം ഒന്നും അറിയുന്നില്ല. സെയിം പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വ്യത്യാസം? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി എത്രയും ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യക്കുട്ടികളെ നോക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ബിസിനസ് നോക്കുന്ന സമയത്ത് ചിലയിടത്ത് നമുക്ക് ആ ഇഷ്ടം നഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പഠിച്ചോൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാന്ന് പറയല്ലോ, ഇവർക്ക് വേണ്ടി ഞാൻ ചെയ്യല്ല, ഞാൻ പഠിച്ചോനിക്ക് വേണ്ടി ചെയ്യാണ്. അപ്പോൾ എനിക്ക് പഠിച്ചോനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എൻ്റെ പഠിച്ചോന് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു കൊടുക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ എന്നോട് പഠിച്ചോനെ ഏൽപ്പിച്ചാണ്, നോക്കോ
എന്ന് തന്നതാണ്. അപ്പോൾ അവന് വേണ്ടി ഞാൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഹോട്ടലുകാരൻ്റെ കഥ പറഞ്ഞ പോലെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയാൽ ഒരു ക്ഷീണം അറിയാത്തതുപോലെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഈ ബിസിനസ് എനിക്ക് വേണ്ടി ചെയ്യുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എന്തും കണക്കറിയും. ഞങ്ങൾക്കും വേണ്ടിയല്ല കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊരു മൂല്യമല്ലേ എന്നെ പറ്റിയിട്ട്, എന്താണ് കുറച്ച് സമാധാനം തന്നാൽ ഞാൻ പിന്നെ എന്തിനാ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്, ഇതൊന്നും മനസ്സിലാക്കാൻ ആരുമില്ലാലോ തമ്പുരാനെ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതേ സമയത്ത് ഈ ബിസിനസ്സും എന്നെ നോക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ നിനക്ക് ഇഷ്ടമാണോ? ഈ ബിസിനസ്സിലൂടെ നിന്റെ കുടുംബത്തെ നോക്കാനും വേറെ കുറേ കുടുംബങ്ങളെ നോക്കാനും ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ നിനക്ക് ഇഷ്ടമാണോ? ദൈവത്തെ നിനക്ക് ഇഷ്ടമാണ്, നീ എന്താ പറയുക, ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. നമ്മൾ അങ്ങനെയല്ല, ഇഷ്ടമുള്ള ആൾക്കാർ പറയാം ഞാൻ ഇത്ര ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, വേറെ എന്തെങ്കിലും പറയണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി പറയാനൊന്നും മടിക്കേണ്ട എന്ന രൂപേണ ഇനിയും ഉണ്ടെങ്കിൽ തന്നുകൊള്ളൂ, ഇനിയും ഉണ്ടെങ്കിൽ തന്നോളൂ എന്നായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവം. ആ ഭാവത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ മനുഷ്യഭാവത്തിലാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ മറ്റേ രമണൻ ചോദിച്ചാൽ ചോദിക്കേണ്ടി വരും, തിരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമെന്ന് വെച്ചു. ഇതേമാതിരിയാണ്. ഇതെന്താ തിരുമ്പ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാത്തിനും ഏറ്റെടുക്കാനായിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ നമുക്ക് ആ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഗിവിങ്ങിൻ്റെ ബ്യൂട്ടി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് സ്നേഹം അവിടെ സംഭവിക്കുമ്പോഴാണ്. അപ്പം അതൊരു വാല്യൂ ആണ്. എന്തിനു വേണ്ടിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ തൃപ്തി കരഗതമാക്കാൻ, എൻ്റെ ദൈവത്തിൻ്റെ തൃപ്തിയിലായി ചെയ്യാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഫോർ മീ വാട്ട് ഈസ് ഗൈഡഡ് ടോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായിട്ടുള്ള സ്നേഹത്തിൻ്റെ നിറകുടമായിരിക്കുന്ന ദൈവത്തെ കൂടി പറയാൻ എനിക്കൊരു സ്പേസ് ഇവിടെ കിട്ടുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് ഗൈഡ് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അത് പറയാനും അത് അറിയിക്കലും എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. എന്നതുകൊണ്ട് എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകുമോ എന്ന ആശങ്കയേക്കാളും കൂടുതൽ എനിക്കിത് മിസ്സാകരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അനുഭൂതി. അതുകൊണ്ട് എനിക്കിവിടെ റെസ്പോൺസിബിൾ ആകാതിരിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ റെസ്പോൺസിബിൾ ആകുന്നത് ഗൈഡ് ടോക്ക് എന്ന സംവിധാനത്തിന് അപ്പുറത്തേക്ക് ഇതിലൂടെ ഞാൻ എന്ത് പറയാനാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിന് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നതുകൊണ്ട് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഗൈഡ് ടോക്ക് 240ാമത്തെ ആഴ്ചയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. 240ാമത്തെ ആഴ്ച, 240 വീക്സ്. അപ്പോൾ അത്രയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ രൂപേണയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്കൊരിക്കലും മടുപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. ആ മടുപ്പുണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററുടെ ക്വാളിറ്റിയിലേക്ക് ചേരുക എന്നൊരു ഇൻറ്റൻഷൻ വെച്ചൊരു കാര്യം ചെയ്യുമ്പം നമുക്കുള്ളിൽ കൂടുതലായിട്ട് ക്രിയേറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അറിവ് തീർന്നു പോവോ, ടോപ്പിക് ഇല്ലാണ്ടായിപ്പോ എന്നൊരു ഭയമില്ല. ടോപ്പിക് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ളതെന്തോ അതിന് വേണ്ടി കുറച്ച് സമയം ഞാൻ ഇരിക്കുമോ എന്നുള്ളതാണ്, അതിലിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ കാണുമ്പോൾ നമ്മൾ പറയും, നാളെ കണ്ടപ്പോൾ ഞാൻ എന്താ സംസാരിക്കുക, അങ്ങനെ പ്ലാനൊക്കെ ചെയ്യുമോ? കണ്ടാൽ മതി, അവിടെ ഇരുന്നാൽ മതി, അപ്പം അങ്ങ് വന്നോളൂ. കാരണം എന്താ പറയാണ്ടോ, ഒന്നും പറയല്ലേ, പിന്നെ എന്തിനാ, അതൊന്നും എനിക്കല്ല, നമുക്കൊന്ന് കാണാവാ പ്ലീസ്. ആ രീതിയിലായിരിക്കും ആ ഇടപെടൽ എന്നത്. അപ്പോൾ ആ സന്തോഷത്തിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് നമ്മൾ ക്ഷീണം അറിയില്ല, തളർച്ച അറിയില്ല, ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കൊരു ക്ഷീണമോ തളർച്ചയോ മരവിപ്പോ ഒക്കെ തോന്നുന്നുണ്ട്, ഒരു ഡ്രൈ ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക, എൻ്റെ ഇൻറ്റൻഷൻ ഒന്ന് മാറിയിട്ടുണ്ടോ, എൻ്റെ ഫ്ലെയിം കോൺഷ്യസ്നെസ് ഒന്ന് മാറിയിട്ടുണ്ടോ, എൻ്റെ വൈ ഫാക്ടർ ഒന്ന് മാറിയിട്ടുണ്ടോ, എൻ്റെ നോട്ടം ഈ തൃപ്തി എന്ന തിരുനോട്ടം കിട്ടുക എന്നതിൽ നിന്നും മാറിയിട്ട് മനുഷ്യന്മാരുടെ നോട്ടം കിട്ടാൻ നയിക്കണോ, അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലേ നോക്കാനുള്ളത് നയിക്കണോ, ഈ മനുഷ്യന്മാരെന്താ ഇങ്ങനെ എന്നുള്ള കോലത്തിലേക്ക് നോട്ടം തെന്നിപ്പോയിട്ടുണ്ടോ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഇവരെന്താ ഇങ്ങനെ എന്ന ചിന്തയിലേക്ക് മാറിയിട്ടുണ്ടോ, ഇവരെന്താ ഇങ്ങനെയെന്ന് നോക്കലല്ല എൻ്റെ ഉദ്ദേശം. ആരിലേക്കാണോ നോക്കേണ്ടത്, ആരാണോ നോക്കാൻ ഏൽപ്പിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നോട്ടം ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് ഗിവിങ്ങിന് അത്രമാത്രം ബ്യൂട്ടി ഉണ്ട്. അവിടെയാണ് ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് എന്ന് പറയുന്നത് മീനിങ് ആണ്. ഞാൻ നിന്റെ നാമത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ പേര് കൊണ്ട് മാത്രം നിന്റെ നാമത്തിൽ തുടങ്ങുന്നു, നിന്റെ സ്മരണയിൽ തുടങ്ങുന്നു. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊക്കെ പഠിച്ചോനെ ഈ കുട്ടികളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, കുട്ടികളാണ് ഫുള്ള് സ്മരണ വന്നുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ സ്മരണ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ക്ലയൻറ്റിനെ കൊണ്ട് ഈ ഒരു ഡീലോട് ഞാൻ ആകെ തിരിഞ്ഞളിയായിപ്പോലോ, ആകെ പ്രശ്നത്തിലായിപ്പോലോ. അപ്പോൾ നമ്മൾ ഇൻറ്റൻഷൻ ആക്ച്വലി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു കാരണമാക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെ സെലക്റ്റീവ് ആവും. നമ്മൾ എല്ലാ ഡീലുകളിലും പോവില്ല, നമ്മളെല്ലാം ചൂസ് ചെയ്യില്ല. കാരണം ഇത് പ്രിയോറിറ്റി ആയി കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ വാല്യൂവിൽ നിന്നും തെന്നിപ്പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകില്ല. കാരണം അടിസ്ഥാനം തന്നെ എനിക്ക് ആ വാല്യൂ എന്നിലൂടെ പ്രകടമാക്കി ആസ്വദിക്കുക എന്നുള്ളതാണ്.
അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓരോ ഇടങ്ങളും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വഴി തെറ്റൂലാത്തുന്നതാണ്. നമുക്ക് അത്തരത്തിലുള്ള താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഓഫ് ദ നെയിം ഓഫ് ദ ലോഡ് അത് നമ്മളിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മുടെ വാല്യൂകളെ കൂടി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് നേരത്തെ ലീവ് ചെയ്തതുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, നമുക്കിന്ന് ഈ പറയുന്ന ഗൈഡഡ് ജേണി ഉള്ള ഡേ ആണ്. അപ്പോൾ എല്ലാ വീക്കിലും ഇല്ല ഇപ്പോൾ ഗൈഡഡ് ജേണി, 2 വീക്സ് വരെയൊക്കെ നമ്മൾ ഗൈഡ് ജേണി ചെയ്യാറുള്ളൂ. അപ്പോൾ സാധാരണ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഗൈഡഡ് ജേണി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഗൈഡഡ് ടോക്ക് കഴിഞ്ഞെന്ന് കരുതിയിട്ട് ഇറങ്ങി പോവാതെ ആ ഗൈഡഡ് ജേണി കൂടി കേട്ടിട്ട്, വളരെ നേരത്തല്ല, ഗൈഡ് ജേണി കൂടി കേട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാവും, അതുകൂടി കേട്ടിട്ട് നിങ്ങളെല്ലാവരും ലീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിസ്ഡംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലൊന്ന് ആലോചിച്ച് നോക്കാം, ഏതൊക്കെ ക്വാളിറ്റിയാണ് നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്ന, ഏത് ക്വാളിറ്റിയിലേക്ക് ആഡ് ഓൺ ചെയ്യുമ്പോഴാണ്, അതിനെ ആവർത്തിച്ച് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു ആസ്വാദനം കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഒരൊറ്റ ഞാൻ ഈ അടുത്ത് ഇവിടെ എൻ്റെ ഒരു കണ്ടംപ്ലേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഞാനൊരു പോയിന്റിലേക്ക് എത്തിയത്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് കുറച്ചുകൂടി ഹാർമണി വേണം, എനിക്ക് കുറച്ചുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ആനന്ദം ഉണ്ടാകണം. അത് ഞാൻ എന്ത് ചെയ്യുന്നു ചിന്തിച്ച സമയത്ത് ഞാനിങ്ങനെ കണ്ടംപ്ലേറ്റ് ചെയ്തൊരു കാര്യം അതാണ്, ഹാർമണി എൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, അത് ഉറങ്ങിക്കിടക്കുന്നത് എൻ്റെ ആത്മാവാണ്. അപ്പോൾ എൻ്റെ ആത്മാവിലാണല്ലോ ഹാർമണി ഉള്ളത്, എൻ്റെ ആത്മാവിലാണല്ലോ ആനന്ദമുള്ളത്. അതെനിക്കിപ്പോൾ കിട്ടുന്നില്ല, എൻ്റെ ആത്മാവിലാണല്ലോ ആനന്ദമുള്ളത്. എൻ്റെ ആത്മാവിലെ ആനന്ദമേ എനിക്കതൊന്ന് അനുഭവിക്കണം. എൻ്റെ ആത്മാവിൽ ആനന്ദം നിറച്ചവനെ നിന്നെ അറിയണോ എൻ്റെ ആത്മാവിനെ അറിയണോ? ഞാനിപ്പോൾ കൺഫ്യൂഷനിലാണ്. എൻ്റെ ആത്മാവിൻ്റെ ആനന്ദത്തിലൂടെ അതിൽ നിറച്ച ആനന്ദമായ തമ്പുരാനെ നീ എത്ര ആനന്ദവാനാണ്, എൻ്റെ ആത്മാവും നീയും ആനന്ദമാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫർമേഷനാണ്, ഇത് ലൈവ് അഫർമേഷനാണ്. അല്ലാണ്ട് സൃഷ്ടികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനായ നിനക്ക് എല്ലാ സ്തോത്രം ഏൽപ്പിച്ചിരിക്കുന്നു, സ്തോത്രം ഏൽപ്പിച്ചുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഇങ്ങനൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ വി ആർ എൻ്ററിങ് ഇൻ ടു ദ ഫേസ് ഓഫ് ദ അഫർമേഷൻ. അപ്പം ഞാൻ ആക്ച്വലി ആനന്ദത്തെ പരതാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ആനന്ദം എന്നുള്ളത് ഞാൻ വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ യൂണിവേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ ഞാൻ പറയും. ഞാൻ പല ശൈലികളിലൂടെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ഭാവത്തിലിരുന്നിട്ട്. ആ ഘട്ടത്തിൽ സംഭവിക്കുമ്പം നമ്മൾക്ക് ആനന്ദം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഗീവ് ടൈം ആൻഡ് സ്പേസ് ഫോർ ദാറ്റ് ആൻഡ് യു ക്യാൻ എൻജോയ് യുവർ ലൈഫ് ഇൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ബൈ. അടുത്ത വീക്കിൽ കാണാം.